മെഡിക്കൽസിന്റെ ചെറിയൊരു ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞങ്ങളിപ്പോ നിൽക്കുന്നത് ഏത് മലമേൽ പാറയിലാണ്. നല്ല വൈബ് സ്ഥലമാണ് കേട്ടോ. ഒരു ശില്ലാതെ അടിപൊളി നല്ല രസമാണ് കേട്ടോ. അപ്പൊ നമ്മള് ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് പേര് കാണാനുണ്ട്. ഇതിന്റെ മണ്ടെന്ന് വെച്ചാൽ ജടായിപ്പാറ കാണാം. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയുടെ പുറകെ കാണിച്ചു തരാം. നമ്മൾ പാറയുടെ മുകളിലോട്ട് പോവാണ്. ഇതാണ് നമ്മുടെ സൈമൺ. അറിയത്തില്ല ആരുടെ ഇത് സൈമണിന്റെ പെങ്ങൾ. എന്ത് പേര്? ജോ. എനിക്കറിയത്തില്ലായിരുന്നു. അടിപൊളി, ഒരു രക്ഷയില്ലട്ടാ. വെറുതെ ഇരുന്നപ്പോ വന്നിട്ട് എന്നാ രസം അറിയാം. അതാണ്ടേ മലമേൽ പാറ. ഗായ്സ്, ഇതാണ് മലമേൽ പാറ. അത് മേപ്പോട്ട് പോവാം. തണലാന്നും പറഞ്ഞു വന്നതാ. ഭയങ്കര വെയില്, തെണ്ണം തീർന്നു. ഇല്ല എന്ത് വെയിലാടാ. എല്ലാവരും ഇരുന്ന് പുഴുങ്ങുവാണ്. പോയി എവിടാ? നമുക്ക് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാം. താഴോട്ടാന്ന് കുടപ്പാറ. നമുക്ക് കുടപ്പാറയിലിട്ടോ. താഴോട്ടോ ബാടാ, വേസ്റ്റ് അതിലിട്ടോ. സൈമണൊക്കെ പിന്നെ പ്രൊമോഷൻ ആയിരുന്നു ഈ പാറയുടെ. ബോർഡ് കാണിക്കേ. കുട്ടപ്പായി അല്ലടാ, കുടപ്പാറ. കുട്ടപ്പായി പാറ. മിക്കവാറും അവിടെ ആളുണ്ടെങ്കിൽ ഇപ്പൊ കാണും. എന്താണ് പറയാനുള്ളത്? എന്താ ശിവയ്ക്ക് പറയാനുള്ളത്? ക്യാമറ കുറച്ചേരം ഉണ്ടായിരിക്കും. കുടപ്പാറ വെറുതെ അല്ല ഗൈസ്. ഇതിന് കുടപ്പാറ കുട പോലെ ഇരിക്കും. വെറുതെ അല്ല, കുടപ്പാറാണ്. കണ്ടോ, നല്ല രസം കേട്ടാ. ഈ കൊച്ചിന് ബുദ്ധിയുണ്ട് ഗൈസ്. കുടപ്പാറ. അവ ഈ ശബരിഗിരി സ്കൂളിൽ പഠിച്ചതിന്റെ നോളജ് കാണിക്കും കേട്ടോ. അഞ്ചല് അവൻ. അതിലേ നിനക്ക് എന്താടാ എന്റെ ചാനലിനെ പറ്റി പറയാനുള്ളത്? ഇതുപോലെ എന്താ പറയാനുള്ളത് സൈമ? നിങ്ങക്ക് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ നീ ഇടുന്ന കണ്ടന്റ് എല്ലാം സൂപ്പറാ. എന്ന് വെച്ചാൽ ആ സമയത്ത് നടക്കുന്ന സിറ്റുവേഷനിലുള്ള വീഡിയോ ആണ് നീ ഇടുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടം. താങ്ക് യു സൈമൺ. ഇത് പറഞ്ഞത് എന്തോ മനസ്സിലായി. എനിക്ക് മനസ്സിലായടാ. ഇതാണോ മെഡിക്കൽസിന്റെ പ്രൊമോട്ടർ ഇരിക്കുന്നത്. പ്രൊമോട്ടറല്ല, നമ്മൾ ഉള്ളതുപോലെ പറയണം. ഇങ്ങോട്ട് ഞാൻ ഒരു സത്യം പറയാം. ഇപ്പൊ ഈ സമയം ഇത് പറഞ്ഞത് അതിൽ 2000 രൂപ എന്റെ പേര് പറഞ്ഞത്. സെൻഡ് ചെയ്തായിരുന്നു. പക്ഷെ അതിനേക്കാൾ കോമഡി ഈ പറിച്ചിട്ട് കഴിഞ്ഞപ്പോ 2000 രൂപ തിരിച്ച് അതിൽ മേടിക്കും. സൈമണെ വിൽക്കും ഇവിടെ. ഇത് കേരളമാണ്. ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. നമ്മളതില് 2000 ശിവ, നിനക്ക് എന്തോടാ പറയാനുള്ളത്? സൂപ്പർ ചാനലാണ്. ചാനലിനെ പറ്റി എന്തോ നിനക്ക് പറയാനുള്ളത്? സൂപ്പർ ചാനലാണ്. പിന്നെ ചാനലും സൂപ്പറാണ്. അതില് സൂപ്പറാണ്. അഭിനയിക്കുന്ന അതില് സൂപ്പറാണ്. അതിൽ നീ അഭിനയിച്ചിട്ട് അതില് ചാറ അല്ല. ഈ പൊട്ടനെ ചാറ പറ. ഞാൻ കഴിഞ്ഞ വീഡിയോക്ക് ഞാൻ വിളിച്ചേട്ടോ. കുന്ന് കണ്ട ഇങ്ങനെ വിളിച്ചാൽ കണ്ടോണം. ഇപ്പൊ എടുത്ത് കട്ടാക്കാൻ കണ്ടോണം. മമ്മൂട്ടിയോ കുന്നുമേൽ ബോയ്സ് അഭിനയിക്കാൻ ഇവനെ ഞാൻ വിളിച്ചതാ. ഇവനെ ചാറ പറ വിളിച്ചു. എത്ര വട്ടം വിളിച്ചോ? ആകോണി മോദി വിളിക്കും. എടാ നമ്മൾ അതിന് എത്ര വട്ടം വിളിച്ച? എന്താ നമ്മളന്ന് നമ്മൾ വൈകിട്ട് 4 മണിക്ക് ഷൂട്ട് തുടങ്ങിയതാ കുന്നുമേൽ ബോയ്സിന്. 4 അന്ന് പ്രേമലു കാണാൻ പോയി. അപ്പൊ ഇവനോ ഇവൻ പ്രേമലു അടിപൊളി. ഞാനും പോയി കണ്ടു. അടിപൊളി പടങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മഞ്ഞമ്മൽ ബോയ്സും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പടം അടിപൊളി പടമാണ്. എന്തോ ചോദിക്കണ്ടേ? അപ്പൊ ഗായ്സ്, നമ്മൾ കുറെ നാൾക്ക് ശേഷം വീഡിയോ ഇടുന്നത്. ഇപ്പൊ ശിവയൊക്കെ ഈയിടയ്ക്ക് കുറെ വിളിച്ചിട്ടാ വീഡിയോ. എടാ, നമ്മുടെ ചാനലിനെ പറ്റി എന്താണ്? മിടുക്കൻസിനെ പറ്റി നിനക്ക് എന്താണ് പറയുക? മിടുക്കൻസിനെ പറ്റി നിനക്ക് എന്താ പറയാ? മിടുക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ നല്ല കൃത്യനിഷ്ഠതയാണ്. അതുലിന് രാവിലെ വീഡിയോ ഇടണം. അല്ല, ഒരു ഇതുണ്ട്. ഞങ്ങളെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ അങ്ങനെയാണ്. കാരണം ഞങ്ങൾ വീഡിയോ ഇടണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ
ഞങ്ങള് രാവിലെ ഒരു 7 മണിക്ക് സൈമൻ വിളിക്കും. ഒരു 7 മണിക്ക് സൈമൻ വിളിച്ചിട്ട് പറയും വീഡിയോ ചെയ്യണ്ടേ, വീഡിയോ ചെയ്യണ്ടേ, ആ വീഡിയോ ചെയ്യണം. എപ്പോഴാ കിട്ടിയോ ഞാൻ ഇങ്ങനൊക്കെ ചോദിക്കും. ഞാൻ പറയും കിട്ടിയില്ല, ഞാൻ ഒപ്പിച്ചിട്ട് ഇപ്പൊ വിളിക്കും. പിന്നെ വിളിക്കുന്ന 11 മണിക്ക് വിളിച്ചിട്ട് ചോദിക്കും അതിനെ വിളിച്ചോ. ഞാൻ പറയും എടുത്തില്ല. 1 മണിക്ക് ഇറങ്ങാൻ പറഞ്ഞാൽ 1 മണിക്ക് തന്നെ അങ്ങനെയല്ല. 1 മണിക്ക് പറഞ്ഞ അവൻ 4 മണിക്ക് വരുന്നവനെ 4 മണിക്ക് ഇവനെ ഞാനൊരു വീഡിയോക്ക് 2 ദിവസം മുമ്പേ വിളിച്ച് 2 ദിവസം അല്ലല്ല 2 ദിവസം മുമ്പേ വിളിച്ച് 10-100 വിളി എടുത്തിട്ട് രണ്ടാമത്തെ ദിവസം 4 മണിക്കാണ് ഫോൺ എടുക്കുന്നത്. ഇവൻ എന്തിനാ വിളിച്ചതെന്ന് ഇവിടെ ആദിൽ ദ റിയൽ സൂപ്പർ ഹീറോ അതറിയാലോ, അവർക്കെല്ലാം അറിയാം. പ്രൊപ്പറേറ്റർ, മിടുക്കൻ സെക്രട്ടറി, പ്രസിഡന്റ്, മിടുക്കൻസിന്റെ പ്രൊപ്പറേറ്റർ ഞാനാണ്. വരുന്ന വഴി പറഞ്ഞ കേട്ടോ ഇതിന്റെ നട്ടില് ഞാനാണ്. എന്തോ അതിലെ എടാ വീഡിയോ ഇടുന്നില്ലടാ, മിടുക്കൻസ് കിടന്ന് ഉണങ്ങി കാണൂടാ, മിടുക്കൻസ് ഉണങ്ങുന്നടാ, നീ വീഡിയോ ഇടടാ. പണിക്ക് പോണോടാ, പണിക്കൊന്നും പോണം, നീ മിടുക്കൻസിന്. ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്, മോട്ടിവേറ്റ് ചെയ്തു. ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. ഇപ്പൊ 777 പന്ന പരിപാടി കഴിയും. പന്ന പരിപാടി കാണിക്കുന്നത് ഞങ്ങളൊന്ന് പറഞ്ഞെന്ന് വെച്ചിട്ട് അങ്ങനെ കയറ്റി വിടാമോ? എനിക്ക് അതിൽ ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഏതാണെന്നറിയാമോ? അതില്ലാത്തൊരു വീഡിയോ. അത് വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട ഏതാണെന്നറിയാമോ? ഇവനെ ട്രിപ്പിന് കൊണ്ടുപോകാതിരിക്കുമ്പോ ശിവയും മറ്റേ പോലീസുകാരൻ ചേട്ടനല്ലേ, ആ ചേട്ടനെ കൂടെ പോയിട്ട് ഇവനെ ട്രിപ്പ് സെൻഡി ആയിട്ട് വരത്തില്ലേ, ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പേര്. അപ്പൊ കൈസ് നമ്മൾ ഇനി മേളിൽ ഏതോ പാറയുണ്ട്. ആ പാറയുടെ പേരെന്തോ? 2-3 പാറയുടെ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു, അറിയില്ല. മേളത്തെ പാറയിലോട്ട് പോവാന്നേ. വെയില് ഈ മുട്ടം വെയിലത്ത് ആരും ഇവിടെ വരല്ലേ, അതേ പറയുള്ളൂ. മുട്ടം വെയിലത്ത് വന്നാൽ പോസ്റ്റ് അടിച്ച് പണ്ടാരോടങ്ങി പോകും. അവനൊക്കെ കിളി മാറിയിരിക്കും. ഞങ്ങൾ വെള്ളം ഒരു 2-3 ബോട്ടിൽ കുടിച്ചു, അതുകൊണ്ട് ഒരു മാറ്റമില്ല. ഇപ്പൊ സൈമ മച്ചനാണ് ക്യാമറമാൻ എന്ത് പറഞ്ഞുള്ളേ? വെയിൽ ഒരു രക്ഷയില്ല. ഒരു 4 മണിക്കും രാവിലെ ഒരു 6 o'clock വരുന്നതായിരിക്കും നല്ലത്. ഇവിടെ മഞ്ഞൊക്കെ ഉണ്ടോ രാവിലെ? മഞ്ഞ് മൂടി കിടക്കുന്നെല്ലാം കാണാം. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്ന കേട്ടോ. അതിന്റെ ഒറ്റ കാര്യമുണ്ട്, നമ്മള് വ്ളോഗ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു വെറുതെ ഇവിടെ വരെ വന്നപ്പോ വ്ളോഗ് ചെയ്യണമെന്നുള്ള ഇത് വന്നപ്പോ വ്ളോഗ് ചെയ്തതാണ്. ഇത് കൊട്ടാരക്കര എവിടെ? കൊട്ടാരക്കരയിൽ നിന്ന് വാളാം അഞ്ചൽ റൂട്ട് തടിക്കാടിനടുത്തായിട്ട്. ഹലോ ഗൈസ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് അത്യാവശ്യം ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു എക്കോ ടൂറിസം ആണ്. ഭയങ്കര ഇടുക്കുകയാണ്. സത്യം പറഞ്ഞാല് കൊല്ലം ജില്ലയില് അധികം ആർക്കൊന്നും ഈ പ്ലേസ് ഒന്നും അറിയത്തില്ലെന്ന് തോന്നുന്നു. കാരണം ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ഒക്കെ ഉള്ള അടുത്ത് ആരും വരുന്നതൊന്നുമില്ല. ഈ ഇടയ്ക്കാണ് തോന്നുന്നത്. നാടുകാണിപ്പാറ. പിടിച്ചിട്ടുണ്ടോ? വാ 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 വാ. ഇതെന്ത് ഭയങ്കര ഓട് വഴിയാ ഗൈസ്. ഇതെന്തോടത്? ഇതിനിടയിൽ ഓ ഇത് പെങ്ങടെ സ്നേഹം കണ്ടില്ലേ? കേറിച്ചല്ലേ എവിടെ? ആ പുള്ളിക്കാരെ ഇറങ്ങുന്നു നോക്ക്. ഇവിടെ വന്ന് തങ്ങി. സൈമൻ കുരുങ്ങി. എടാ ആദിലെ ക്യാമറ അടിച്ചേ, അതിലെ ഇങ്ങനെ വരാൻ പറ്റത്തില്ല. സൈമൻ കുടുങ്ങി. ഓ ഇവിടെ നല്ല കാറ്റാ കേട്ടോ. ഇവിടെ കാറ്റുണ്ട് കേട്ടോ. അയ്യോ പിടിച്ചു. അതെന്താണ്ട് എടി ഇവിടെ ഒന്നും ഒരു സേഫ്റ്റി ഇല്ലല്ലോടാ കേട്ടാ. ഇവിടോട്ട് ആരും വരല്ലേ, എനിക്ക് അതേ പറയുള്ളൂ. ഇവിടെ വന്നാലും സൂക്ഷിച്ചു വന്നിരിക്കാം. ശിവ ഇങ്ങോട്ട് വേടാ. നല്ല കാറ്റുണ്ട് കേട്ടാ. ഓ പുളി. ഇവിടെ കാറ്റടിച്ചാണ്ടാ കൊച്ചു തെറിച്ചു പോയി ഇപ്പൊ. ഓ മോനെ, എന്റെ
Ready, 1, 2, 3, start. ഞങ്ങളങ്ങനെ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. ഇതിനെ മണ്ട കയറിയപ്പം കണ്ടോ മുഖമൊക്കെ ഒരു മാതിരിയായും. അവിടെ എല്ലാം അവിടെ ഇറങ്ങിയാണ്. കണ്ട കണ്ട അതിൽ നിനക്ക് എന്താണ് പറയാനുള്ളത്? ഇവിടെ എനിക്ക് പറയാനുള്ളത് മണ്ണ സൂക്ഷിച്ചിരിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക. കാറ്റൊക്കെ അടിക്കും. കാറ്റടിച്ച് തെറിച്ചോളല്ല. ഇവിടെ സേഫ്റ്റി ഒന്നുമില്ല. ഏറ്റവും മണ്ട എന്റെ പേരെന്താ? ഈ പാറയുടെ പേരെന്തോ? ഈ പാറയുടെ പേരെന്തോ? മലമേപ്പാറയുടെ ഏറ്റവും മേളിലല്ലേ? ഏറ്റവും മേളിൽ. ഇവിടെ മാത്രമേ ഇച്ചിരി സേഫ്റ്റി ഇല്ല. ഇവിടെ കൈവരിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിള്ളേരെ കൊണ്ട് കയറി വരാൻ പാടാം. കാറ്റ് കൊണ്ട് നിങ്ങൾക്ക് സൗണ്ട് ക്ലിയർ ആണെന്നോ എനിക്ക് അറിയത്തില്ല. നല്ല സൗണ്ട് വൃത്തിയാണ്. ഭയങ്കര കാറ്റ് കേട്ടോ. നല്ല കാറ്റ്. ആരാണെങ്കിൽ കാറ്റൊന്നുമില്ല. ഭയങ്കര വെയിലാണ്. അതുകൊണ്ട് വെയിൽ നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അറിയാം, ചൂടറിയാൻ പറ്റുന്നില്ല. നല്ല കാറ്റാണ്. ചൂടറിയാൻ പറ്റുന്നു. നല്ല കാറ്റാണ്, ചൂടറിയാൻ പറ്റുന്നില്ല. എവിടെ ജഡായി? എവിടെ? എന്റെ മോനെ എവിടെ? ഇങ്ങോ ജഡായി. സാധനം കണ്ടോ? ഓ തോന്നണ ജഡായിപ്പാറ. ഗൈസ് ഇതാണ് ജഡായിപ്പാറ. ഇവിടെ ജടായിപ്പാറയാണ് ആഗ്രഹമുള്ള നിൽക്കുക. ഇവിടെ അയ്യോ വെച്ചിരുന്ന പണ്ടാറടക്കി വെച്ചിരുന്നേ. രാത്രിയില്ലേ ഒന്ന് ഇവിടെ 6-7 കുപ്പിക്ക് ബിയറിന്റെ പാക്കറ്റ് ഒക്കെ ഒരു 2 കിലോ ഒക്കെ ശരിക്കും മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ആരെങ്കിലും കുടിച്ചാലാ. ഇതിന്റെ താഴെ അമ്പലമുണ്ട്. സോറി, താഴെ അമ്പലമുണ്ട്. അമ്പലം മലമേലമ്പലം അങ്ങനെ ആയിരിക്കും. ഇവിടെ വന്ന സ്വന്തം റിസ്ക് വരാന്നുള്ളവർ മാത്രം വന്നാൽ മതി. അല്ലാതെ ടോപ്പില് ഏറ്റവും ടോപ്പ് താഴെ വന്നിരിക്കാം. ഞാൻ പോകാം. ഞാൻ നോക്കിയാലോ. ഞാൻ നോക്കിയാലോ. ഞാൻ നോക്കാം. എന്റെ പൊന്നെ സോ ഈസി മാൻ. സൈമനെ പൊക്കും. സൈമണെ പൊക്കി വെക്കാം. ഞാൻ ചത്തു പോകാൻ വേണ്ട വേണ്ട. നീ എന്റെ സൈമണെ പൊക്കത്തില്ല. അപ്പൊ ഗൈസ് നമ്മള് എല്ലാം കണ്ട് താഴോട്ട് തിരിച്ചു പോവാം. അപ്പൊ ഗൈസ് നമ്മൾ പാറയൊക്കെ കയറിയിട്ട് ഇറങ്ങി. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടുന്ന് പോവുകയാണ്. ടയർഡായി, മൊത്തത്തിൽ ടൈഡായിപ്പോയി. അപ്പോൾ നമ്മൾ എന്തായാലും അടിപൊളി വീഡിയോസ് ആയിട്ട് ഇനി വരുന്നതായിരിക്കും. അടിപൊളി കണ്ടന്റ് വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ. ഹലോ ഗൈസ്, അപ്പം ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ വീട്ടിലോട്ട് പോവാണ്. വീട്ടിലോട്ട് പോവാ. എനിക്ക് വയ്യ. അതിന് വീട്ടിൽ പോകണം. ഞങ്ങൾക്കും വീട്ടിൽ പോകണം. പോയിട്ട് ഉറങ്ങാൻ പോവാ. ഇത് ഇവിടെ താഴെയാണ് ഞാൻ താമസിക്കുന്നത്. മേളിൽ ആദിലും ഞാൻ താഴെ മേളിൽ. ഞാൻ താഴെ അല്ല കിടക്കുന്നതെന്ന് പറഞ്ഞാൽ മുറിയാണേ പറഞ്ഞത്. താഴെ മേളില്. ശരി എന്നാ ഒരു മിനിറ്റ്, ഞങ്ങളുടെ ബിസിനസ് കാണിച്ചിരുന്നു. ബിസിനസിന്റെ സാമ്രാജ്യം. എന്റെ ബിസിനസ് ഞാനിവിടെ ചെയ്യുന്നത് ഇവിടെ. ഇന്ന് ഞാൻ മറ്റേ പാറ കയറാൻ വേണ്ടി തുറന്നില്ല. പിന്നെ ആദിലിനെ കാണിച്ചിരുന്നു. അതിന്റെ തോണ്ട കാണാനൊന്നുമില്ല. ഇല്ല കാണുന്ന ആദിൽ. എവിടെയാണ് ആദിൽ ബിസിനസ് ചെയ്യുന്നത്? എന്തോന്ന് വെച്ചാൽ മുറുക്കാനൊക്കെ കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ താമസിക്കുന്നു. പാക്ക് മേടിക്കാൻ സൈമന്റെ അടുത്താ പോകുന്നത്. പാക്ക് മേടിക്കാൻ പാക്കൊക്കെ സൈമനായിരുന്നു. അപ്പൊ ശരി, എനിക്കാണെങ്കിൽ എനിക്ക് എങ്ങനെ ചിന്തിക്കണം. ഉറങ്ങിയാൽ മതി. എന്റെ പൊന്നെ അതിലെ ബ്ലോഗും കട്ടിയടാ.